നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാലിയൻസ് ഇന്ത്യ ഫ്ലൂറോ കെമിക്കൽസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷമാണ്. 2002 മുംബൈയിൽ രൂപം കൊണ്ട കമ്പനിയാണ് സ്റ്റാലിയൻസ് ഇന്ത്യ ഫ്ലൂറോ കെമിക്കൽസ് ലിമിറ്റഡ് എന്നുള്ളത്. ഇവർ നിർമ്മിക്കുന്നത് വിവിധ തരത്തിലുള്ള ഗ്യാസസ് ആണ്, അതായത് വാതകങ്ങളാണ്. ഇത് വിവിധ തരത്തിലുള്ള ഇൻഡസ്ട്രികളിൽ യൂസ് ചെയ്യുന്നതാണ്. ഉദാഹരണത്തിന് സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്, ഓട്ടോമോട്ടീവ്, ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്, സ്പ്രേ ഫോംസ്, അതുപോലെ ഗ്ലാസ് ബോട്ടിൽസിൻ്റെ മേക്കിങ്ങിന്, എയറോസോൾ പ്രൊഡക്ഷൻസിന്, ഇതിനെല്ലാം യൂസ് ചെയ്യുന്ന വിവിധ തരത്തിലുള്ള ഗ്യാസസ് ആണ് ഫ്ലൂറോ കെമിക്കൽസ് ആയിട്ട് അറിയപ്പെടുന്നത്. സ്റ്റാലിയൻസ് ഇന്ത്യ ഫ്ലൂറോ കെമിക്കൽസ് ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനിയുടെ ഇഷ്യൂ ഓപ്പൺ ചെയ്യുന്ന ജനുവരി 16-ാം തീയതിയാണ്. 16-ാം തീയതി മുതൽ 20-ാം തീയതി വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത് 199.45 കോടി രൂപയാണ്. അതിൽ 160.73 കോടി രൂപയ്ക്കുള്ളത് ഫ്രഷ് ഓഹരികളുടെ വിൽപ്പനയിലൂടെയാണ് ഇവർ സ്വരൂപിക്കുന്നത്. ബാക്കിയുള്ള 38.72 കോടി രൂപയാണ് ഓഫർ ഫോർ സെയിലായിട്ട് വരുന്നത്. അപ്പം നമുക്ക് ഈ മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയുടെ IPO വിശേഷത്തിലേക്ക് ഒന്ന് കിടക്കാം. ഈ ഗ്യാസുകളുടെ പ്രധാന പ്രോസസ്സുകളിലൊന്നാണ് ഈ തണുപ്പിക്കൽ അല്ലെങ്കിൽ റെഫ്രിജറൻസ് ആവശ്യത്തിലേക്ക് ഉപയോഗിക്കുക എന്നുള്ളത്. എയർ കണ്ടീഷണറിലും റെഫ്രിജറേറ്റേഴ്സിലും എല്ലാം ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ചൂടിനെ അബ്സോർവ് ചെയ്തിട്ട് കൂളാക്കി മാറ്റുന്ന ഒരു സൈക്കിൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തേത് ഡീബൾക്കിംഗ് ആണ്. അത് വലിയ ISO ടാങ്കുകളിൽ, നമ്മൾ ലോറിയിലെല്ലാം വലിയ ടാങ്കിൽ ഗ്യാസ് ടാങ്ക് പോകുന്ന കണ്ടിട്ടുണ്ടല്ലോ, അതുപോലത്തെ വലിയ ടാങ്കുകളിൽ ഏകദേശം 20,000 കിലോയൊക്കെയുള്ള ഗ്യാസ് കൊണ്ടുവന്ന് അവരുടെ കമ്പനിയിലെ വലിയ സ്റ്റോറേജുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അത് കൂടുതൽ പ്രോസസ്സുകൾക്ക് ആവശ്യമായിട്ട് സ്റ്റോർ ചെയ്യുന്നു. പിന്നെ മൂന്നാമത് മറ്റൊരു പ്രോസസ്സാണ് ഈ ബ്ലെൻഡിങ് എന്നുള്ളത്. ബ്ലെൻഡിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ സ്റ്റോറേജിൽ സൂക്ഷിച്ചിരിക്കുന്ന ഗ്യാസുകൾ പലതും, അതായത് 1-2 ഗ്യാസുകൾ തമ്മിൽ യോജിപ്പിച്ച് ചില പ്രോസസ്സുകൾക്ക് വേണ്ടിയിട്ട്, അതായത് ബ്ലെൻഡുകൾ ഉണ്ടാക്കുന്നു. അങ്ങനത്തെ പ്രോസസ്സും അവിടെ നടക്കുന്നുണ്ട്. സ്റ്റാലിയൻ ഇന്ത്യ ഫ്ലൂറോ കെമിക്കൽസ് എന്നുള്ള ഈ കമ്പനിക്ക് 4 പ്ലാന്റുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് മഹാരാഷ്ട്രയിലുള്ള ഖലാപ്പൂർ എന്ന് പറയുന്ന റായ്ഗഡിനടുത്ത്, അതുപോലെ ഖിലോത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് അൽവാറിൻ്റെ അടുത്തായിട്ട് രാജസ്ഥാനിലുണ്ട്. പിന്നെ ഗുരുഗ്രാമിൽ മാനസേശം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്ലാന്റ് ഉണ്ട്. പിന്നെ മഹാരാഷ്ട്രയിൽ പനവേലിലും ഒരു പ്ലാന്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിനെ നോക്കുകയാണെങ്കിൽ ഷെസാദ് ഷെരിയാർ റസ്തംജി, പിന്നെ മനീഷ ഷെസാദ് റസ്തംജി, അത് കൂടാതെ റോഹൻ ഷെസാദ് റസ്തംജി, ഇങ്ങനെ 3 പേരുടെ പേരുകളാണ് പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശം 94.63% ഓഹരികളാണ് ഇഷ്യൂവിന് തൊട്ട് മുമ്പുള്ളത്. ഇഷ്യൂ കഴിയുമ്പോൾ അത് 67.9% മാറുന്നുണ്ട്. ഇനി സ്റ്റാലിയൻ്റെ മറ്റു വിശേഷങ്ങൾ നോക്കാം. EPS 4.18, പി റേഷ്യോ 21.53, NAV 19.19. ഇനി ഫിനാൻഷ്യൽ കണക്കുകളാണെങ്കിൽ 2022 186.34 കോടി രൂപയാണ് റവന്യൂ. അത് അടുത്ത വർഷം 226.06 കോടി രൂപയായിട്ട് വർദ്ധിച്ചു. അടുത്ത വർഷം 2024 236.23 കോടി രൂപയായിട്ട്, അതൊരു ഏകദേശം 10 കോടിയുടെ വർധനം ഉണ്ടായിട്ടുണ്ട്. അടുത്തത് ഹാഫ് ഇയർലി കണക്കാണ്. അത് 141.53 കോടി രൂപയ്ക്കുള്ളത് ഇതിനകമായി കഴിഞ്ഞു. ഇനി നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ 2022 21.11 കോടി രൂപയുടെ റവന്യൂ, അല്ലെങ്കിൽ ക്ഷമിക്കണം, അറ്റാദായം ഉണ്ട്. അത് അടുത്ത വർഷമായപ്പോഴത്തേക്ക് 9.75 കോടി രൂപയായിട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഈ ലാഭത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഇനി 2024 ആയപ്പോഴത്തേക്ക് അത് വർദ്ധിച്ചിട്ട് വീണ്ടും 14.79 കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അത് ഇത്തവണത്തെ അർദ്ധവാർഷിക കണക്കിൽ തന്നെ ഏകദേശം 16.57 കോടി രൂപയായിട്ട് വീണ്ടും ഉയർന്നിട്ടുണ്ട്. ഒരു വർഷം മാത്രമാണ്, 2023 മാത്രമാണ് അറ്റാദായത്തിലൊരു ഇടിവ് കണ്ടിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ പിയർ കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നവീൻ ഫ്ലൂറൈനാണ് ഒന്ന്. അവരുടെ പി റേഷ്യോ 70.82 കാണുന്നത്. SRF ലിമിറ്റഡ് 49.36. പിന്നെ ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസ് 108.36 അതിൻ്റെ പി റേഷ്യോ ആണ്. ഇതൊക്കെയാണ് ലിസ്റ്റഡ് ആയിട്ടുള്ള പിയർ കമ്പനികൾ സ്റ്റാലിയൻ്റെ. ഇനി 160.73 കോടി രൂപ ഒരു ഫ്രഷ് ഓഹരിയുടെ വിൽപ്പനയിലൂടെ കമ്പനി
സ്വരൂപിക്കുന്നുണ്ടല്ലോ, അതെന്തിനാണ് വിനിയോഗിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ 95 കോടി രൂപ അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യത്തിലേക്ക് ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. ഒരു 29.16 കോടി രൂപ സെമി കണ്ടക്ടേഴ്സിൻ്റെയും പിന്നെ സ്പെഷ്യാലിറ്റി ഗ്യാസ് ഡീബൾക്കിംഗ് ആൻഡ് ബ്ലെൻഡിങ് ഫെസിലിറ്റി ആ ആവശ്യത്തിലേക്ക് അവരുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള യന്ത്രഭാഗങ്ങളും മറ്റും വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു 21.18 കോടി രൂപ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ തന്നെ, അതായത് റെഫ്രിജറൻറ്റ് ഡീബൾക്കിംഗ് ആൻഡ് ബ്ലെൻഡിങ് ഫെസിലിറ്റി ആ ആവശ്യത്തിലേക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് വിനിയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ള തുകയാണ് ഇവരുടെ ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് ആവശ്യങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ലീഡ് മാനേജേഴ്സ് നോക്കുകയാണെങ്കിൽ ശാരദി ക്യാപിറ്റൽ അഡ്വൈസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. രജിസ്ട്രാർ ബിഗ് ഷെയർ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡുമാണ്. ഇത് സ്റ്റാലിയൻ ഇന്ത്യയുടെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിൽ നമുക്കൊന്ന് നോക്കാം. ജനുവരി 16 ഓപ്പൺ ചെയ്യുന്ന ഇഷ്യൂ 20 ക്ലോസ് ചെയ്യുന്നത്. 85 രൂപ മുതൽ 90 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് എന്നുള്ളത്. 160.73 കോടി രൂപയ്ക്കുള്ള ഫ്രഷ് ഓഹരികളുണ്ട്. 38.72 കോടി രൂപയ്ക്കുള്ളതാണ് ഓഫർ ഫോർ സെയിൽ. അപ്പോൾ ടോട്ടൽ ഇഷ്യൂ സൈസ് 199.45 കോടി രൂപയ്ക്കുള്ളത്. മിനിമം റീറ്റെയിലർ അപ്ലൈ ചെയ്യേണ്ട ഒരു ലോട്ട് എന്ന് പറയുമ്പോൾ 165 ഓഹരികളാണ് ഒരു ലോട്ട്. അപ്പോൾ 13 ലോട്ട് വരെ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 10 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ. 35% ഓഹരികൾ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുണ്ട്. 50% അടുത്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കുന്നത്. HNIസിനാണെങ്കിൽ 15% ആണ് കൊടുക്കുന്നത്. അപ്പോൾ 35% റീറ്റെയിലേഴ്സിനുണ്ട്. ഇതിൻ്റെ അലോക്കേഷൻ വരുന്നത് ജനുവരി 21 ആയിരിക്കും. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനി തന്നെയാണിത്. ജനുവരി 23 ഇതിൻ്റെ ലിസ്റ്റിംഗ് വരിക എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഇനി ഇത് വാങ്ങണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കുന്നവരോട് പറയാനുള്ളത്, ഇതിൻ്റെ ടോപ്പ് ലൈൻ നമ്മൾ കണ്ടതാണ്. മികച്ച രീതിയിൽ തന്നെ ക്രമമായിട്ട് വർദ്ധിച്ചു വരുന്ന ഒരു റവന്യൂ ആണ് ഇതിനുള്ളത്. പക്ഷേ അറ്റാദായത്തിൻ്റെ കാര്യം വരുമ്പോൾ 2023 ഒരു ഇടിവുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് മേക്കപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് അർദ്ധവാർഷിക കണക്ക് തന്നെ 2015 വളരെ മികച്ച രീതിയിൽ ഒരു 16.57 കോടി രൂപയ്ക്കുള്ള അതായി കഴിഞ്ഞു. അപ്പോൾ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ തരക്കേടില്ലാത്ത രീതിയിൽ കമ്പനി വരുന്നുണ്ട്. അപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ലാത്ത ഒരു ഓഹരി തന്നെയാണ്. പക്ഷേ ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഉടനെ ഒരു ലാഭം കിട്ടുന്ന ഓഹരിയാണ് ഇതെന്ന് തോന്നുന്നില്ല. എങ്കിലും ഇത് അത്ര വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ഇഷ്യൂ ഒന്നും അല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ ഇതൊക്കെ. സ്റ്റാലിയൻ ഇന്ത്യ ഫ്ലൂറോ കെമിക്കൽസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഇഷ്യൂ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മടിക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുത്ത് അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളും ഇടാനായിട്ട് മടിക്കരുത്. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് വീണ്ടും ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.